സാറേ പേപ്പർ എല്ലാം കറക്റ്റാ, ലൈസൻസും ഉണ്ട്. എൻ്റെ കൊച്ചെ, ഞാൻ ചെക്കിങ്ങിന് നിന്നതല്ല. എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയി. വണ്ടിയെ വളവിലിരിപ്പുണ്ട്. എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. മോളൊരു ലിഫ്റ്റ് വരുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അയ്യോ സാറേ, അത് ശരിയാവത്തില്ല. ഇവിടെയാണെങ്കിൽ വേറൊരു വണ്ടിയും കാണുന്നില്ല. അതല്ല സാറേ, ഞാൻ ഡബിൾ വെക്കത്തില്ല. അതാണ് കാര്യം. മോൾ ഇവിടെ ഇറങ്ങി, ഞാൻ വണ്ടി ഓടിച്ചോളാം. മോൾ പുറകിലിരുന്നാൽ മതി. സാറേ എന്നാ വേണ്ട 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 വേണ്ട, ഹെൽമെറ്റ് എനിക്ക് വേണ്ട. കൊള്ളാം കൊള്ളാം. അതല്ലെന്നേ, ഈ വഴിക്ക് പോലീസൊന്നും ഉണ്ടാവില്ല. അപ്പൊ സാറോ? മോൻ കഴിച്ചായിരുന്നോ? ഞാൻ പിന്നെ കഴിച്ചോളാം അമ്മ. ചേച്ചി വന്നില്ലേ മോളെ? ചേച്ചി എത്താനാകുന്നല്ലേ ഉള്ളൂ. പാവം, ഈ കുടുംബത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. വേണ്ട മോളെ, കഴിക്ക്. വേണ്ട, കുറച്ചും കൂടി കഴിക്കും. വേണ്ട. ആ ചേച്ചി എത്തി തോന്നുന്നു. മോളെ, ചേച്ചി എന്താ ഇത്ര താമസിച്ചേ? കുറച്ച് പണി കൂടുതലുണ്ടായിരുന്നു മോളെ. ചേച്ചി നാളെ ഫീസ് അടക്കണ ലാസ്റ്റ് ഡേറ്റ്. ശരിയാക്കാം, മോള് ടെൻഷൻ അടിക്കണ്ട. ഇന്നെന്താ എന്റെ വാവയ്ക്ക് ഭയങ്കര സ്നേഹം. ഞാൻ പറഞ്ഞ സാധനം മേടിച്ചോ? കവർന്നുണ്ട്. താങ്ക് യു. വാവേ, അമ്മയ്ക്ക് കഞ്ഞി കൊടുത്തായിരുന്നോ? കൊടുത്തേച്ചി. അമ്മ ചേച്ചിയെ ചോദിച്ചായിരുന്നു. മോളൊരു ഡോക്ടറായി കാണണമെന്ന് ചേച്ചിയുടെ ആഗ്രഹം. അത് ചേച്ചി ആഗ്രഹിച്ചതല്ലായിരുന്നോ? എന്റെ ആഗ്രഹത്തിനപ്പുറം അത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. ചേച്ചിക്ക് പഠിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ലായിരുന്നല്ലോ. എന്റെ കൊച്ചു പഠിച്ചൊരു ഡോക്ടർ ആവണം. ചേച്ചിക്ക് അത് മതി. അതെ, ഞാനെന്താ വേണ്ടത്? എന്റെ ഒരു കോലം അനുസരിച്ച് ഒരു ഗുണ്ടുമണിയാവോ? ചേച്ചി, ഞാൻ ഇവക്കിട്ട് കൊടുക്കുവേ. വേണ്ട മോളെ. എന്റെ ചേച്ചി എനിക്കല്ല. ചോക്ലേറ്റ് തിന്ന് കഴിഞ്ഞു കാണുമായിരിക്കും. ചേച്ചി ഇവളെ അടികൂടല്ലേ? അതെ, രണ്ടുപേരും കൂടെ അടി കൂടാതിരുന്ന് പഠിക്കാൻ നോക്കിക്കേ. അമ്മ, എന്റെ കുഞ്ഞി കുടുംബത്തിന് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നത്. എന്റെ അമ്മേ, ഞാൻ ഈ വീട്ടിലെ ആൺകുട്ടിയല്ലേ, പിന്നെ കഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ? മോളുടെ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞില്ലേ? സ്വപ്നങ്ങൾക്കപ്പുറമല്ലേ അമ്മേ 4 പേരുടെ വിശപ്പ്. അമ്മയ്ക്ക് ഈ അസുഖം ഇല്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനിക്ക് അത് വരില്ലായിരുന്നു. ഒന്നും സാരമില്ല, അമ്മ ഒന്നും ഓർക്കണ്ട. എന്നാലും എന്റെ മോള് പഠിക്കാതെ നിന്റെ അനിയത്തിമാർക്ക് വേണ്ടി. ഞാനല്ലാതെ വേറെ ആരാ അമ്മേ? നിങ്ങളുടെ അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ. അടഞ്ഞ അധ്യായം ഇനി തുറക്കണ്ട അമ്മേ. അങ്ങനെയല്ല മോളെ. അമ്മ ഇനി ഒന്നും പറയണ്ട. പറക്കം പറ്റാത്ത 3 കുഞ്ഞുങ്ങളെ അമ്മ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ, അങ്ങനെ ഒരു അപ്പൻ ഇനി എനിക്ക് വേണ്ട. അമ്മ മരുന്ന് കഴിച്ചായിരുന്നോ? എന്നാ അമ്മ കിടന്നുറങ്ങാൻ നോക്ക്. ഇന്നും സാറിന്റെ വണ്ടി പണി മുടക്കിയോ? അത് കൊടുത്തിട്ട് വല്ല ചെത്ത് വണ്ടിയും മേടിക്കും സാറേ. വണ്ടിക്ക് എടുക്കണം. അല്ല, സാറെന്താ ഈ വഴിക്ക്? ഞാനിവിടെ ഒരാളെ അന്വേഷിച്ചു വന്നാ. ആരാ സാറേ? ഒരു PK ദാമോദരൻ. അത് ഈ വളവ് തിരിഞ്ഞ 4ാമത്തെ വീട്. മോളുടെ വീട് ഇവിടെയാണോ? ഇവിടെ അടുത്താ. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? അമ്മ അനിയത്തിമാരും. അപ്പൊ അച്ഛൻ? എന്റെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഓ സാറേ, എന്നാ ഞാൻ അങ്ങോട്ട്. ശരി, വേണം. ഓക്കെ. ചേച്ചി, ഇന്നാ ഫീസ് അടക്കണ്ട. മോളെ ഞാൻ കുറച്ച് കഴിയും വിട്ടുതരാം. ഹായ്. അമ്മ, റീനേച്ചി പറഞ്ഞ ഒന്നും കേൾക്കുന്നില്ല. അമ്മ, എനിക്കും ക്ലാസ്സിന് പോകാനുള്ളതാ. ഇവളുടെ കൊഞ്ചലിന് നിന്നാ ശരിയാവില്ല. എന്നതാ ഭാവേ? എന്റെ മുടി ചെയ്തിരുന്നില്ല. നിന്റെ മുടി നിനക്കെന്നെ ചെയ്യാലെന്നാ? അവള് കുഞ്ഞല്ലേ മോളെ. എന്തു കുഞ്ഞ്? അമ്മ അവർക്ക് വളം വെച്ചു കൊടുക്കുന്നെ. സാരമില്ല, ഇന്നൊരു ദിവസത്തിന് മോളൊന്ന് ചെയ്തു കൊടുക്ക്. എന്നാ അമ്മ, അവൾ അറിഞ്ഞോണ്ട് അമ്മ ഇത്. ആരാ വന്നേന്ന് നോക്കി. എന്താ ഇത് വടക്കേതിൽ ഡേവിഡ്സാണ് വീടല്ലേ? അതെ. എന്താ സാറേ കാര്യം? കാര്യമൊക്കെ ഉണ്ട്. ആളൊന്ന് വിളിച്ചേ. ചേച്ചി ജോലിക്ക് പോയതാ. ആളൊന്ന് വരാൻ പറയും. എന്നാ സാർ കയറിയിരിക്കെ.
ആരാ മോളെ? ഒരു പോലീസുകാരൻ അമ്മ. എന്തു പറ്റി? ചേച്ചി അന്വേഷിച്ചു വന്നയാ. എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞോ? ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേഗം പുറത്തോട്ട് ചെല്ല്. ദൈവമേ, എന്തിനാണോ? എന്താ സാറേ കാര്യം? ഇത് ഭയങ്കര അത്ഭുതമായി പോയല്ലോ. സാർ എങ്ങനെ എന്റെ വീട് കണ്ടുപിടിച്ചേ? നിങ്ങൾ അറിയുന്നതാണോ? പിന്നല്ലാതെ. പറ സാറേ, എങ്ങനെ എന്റെ വീട് കണ്ടുപിടിച്ചേ? മോള് പാസ്പോർട്ട് അപേക്ഷ കൊടുത്തിരുന്നില്ലേ, അതിന്റെ വെരിഫിക്കേഷൻ വന്നതാ. ഓ അങ്ങനെ. സാർ ഇരിക്കെ, മോളെ ചായ എടുക്കും. ചായ ഒന്നും വേണ്ട മോളെ. അത് പറ്റത്തില്ല, ഒരു ചായയൊക്കെ കുടിക്കാം. നിങ്ങൾ 3 മക്കളാണോ? ഞാൻ പറഞ്ഞില്ലായിരുന്നു സാറേ. മോളെ എത്രയാണ് പഠിക്കണേ? ഞാൻ 10ല്. 10ാം ക്ലാസ് വളരെ ഇമ്പോർട്ടന്റാ, നന്നായിട്ട് പഠിച്ചോളാം. അമ്മ എവിടെയല്ലേ മോളെ? അമ്മ കിടപ്പില്ല, 1 വർഷമായി. ഓ സോറി. അതൊന്നും സാരമില്ല. എന്ത് പറ്റിയതായിരുന്നു അമ്മയ്ക്ക്? ഒരു ആക്സിഡന്റ് ആയതാ. അല്ല, വെരിഫിക്കേഷൻ വന്നിട്ട് എന്നോടൊന്നും ചോദിക്കാനില്ലേ? ഓ ഇനി എന്നാ ചോദിക്കാനാ. അമ്മയൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, സാറ് വാ. അമ്മേ, സാർ അമ്മയെ കാണാൻ വന്നതാ. മിനി, നീ ലിൻഡോ ചായ എവിടെയെല്ലാം അന്വേഷിച്ചു മോളെ നിന്നെ ഞാൻ, പക്ഷെ നിന്നെ കണ്ടില്ല. ഈ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഒത്തിരി അലഞ്ഞു, അവസാനം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ നമ്മുടെ പഴയ വീട്ടിൽ ഞാൻ നിന്നെ അന്വേഷിച്ചു പോയിരുന്നു. ആർക്കും നിന്നെ കുറിച്ച് അറിയില്ലായിരുന്നു മോളെ. വാടക വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നു. ഒത്തിരി അനുഭവിച്ചു. എന്റെ മക്കൾ മോളെ. മോളെ അങ്ങനെ വിളിക്കണ്ട, എന്റെ അപ്പം മരിച്ചതാ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പച്ചനോട് ക്ഷമിക്കും മോളെ. എന്റെ മോത്തല്ലേ, എന്റെ മോന്റെ മോളല്ലേ. അപ്പച്ചന്മാരിപ്പോറും ചച്ചല്ല, ചതിയായിരുന്നു. അപ്പച്ചന്റെ കൂട്ടുകാർ ചതിച്ചതാ മോളെ. നക്സലേറ്റുകാരുടെ തടവിലായിരുന്നു മോളെ അപ്പച്ചൻ. അവിടെ ഇറങ്ങിയപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു. ഈ കുടുംബത്തിന് വേണ്ടി എന്റെ ജീവിതം ഞാൻ ഹോമിച്ചവളാ. എന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ കുഴിച്ചു മൂടി. അപ്പനുണ്ട് കൂടെ. ഇനി എന്റെ മക്കൾക്ക് അറിയാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് ജീവിക്കണം, കൊതി തീരെ. നഷ്ടപ്പെട്ട എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം മക്കളെ. ഈ വീട് ഒരു സ്വർഗമാക്കണം. ഞാനും നീയും നമ്മുടെ മക്കളും ഇനി ആരും കരയരുത്. കാരണം നിങ്ങൾക്കിനി അപ്പനുണ്ട്.